എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയൊരു വലിയ ഒരു ജീവിതത്തിലൊരു വലിയൊരു അനുഭവം വീണ്ടും എന്ന് പറയാൻ കാരണം, ഞങ്ങളുടെയൊക്കെ എൻ്റെ ജനറേഷൻ, എൻ്റെ പ്രായക്കാരോട് ചോദിച്ചാൽ ഇതിൽ വളരെയധികം നമ്മുടെ സംസ്കാരവുമായിട്ട് ഇഴുകിച്ചേർന്ന് ഞങ്ങളുടെയൊക്കെ വളർച്ചയിൽ ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അതുപോലെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇത്രയും എന്താ പറയുക, ലെജൻഡറി വർക്കാണിത്. ഇത് ഏത് കാലത്തും എറ്റേണലായിട്ട് നിൽക്കണ ഒരേ ഒരു വിഷയം. പിന്നെ ഇത്രയും പ്രഗത്ഭന്മാരെ ഉണ്ടാക്കി വെച്ച ഒരു പ്രൊഡക്ഷൻ, അത് ഈ സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലാത്ത കാലത്ത് അന്ന് ചെയ്തിട്ടുള്ള അതന്നെ ഇപ്പോൾ ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്യുക, അത് നമ്മുടെ കലാനിലയം പത്മനാഭൻ ഒരു വലിയൊരു നമസ്കാരം ഞാൻ കൊടുക്കണം. കാരണം എന്നെ ഇതിന് കുറേ വർഷങ്ങൾ പിന്നിലേക്ക് കൊണ്ടുപോയി. ഞാൻ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട് ഗുരുവായൂരപ്പൻ. അതിൽ ഗുരുവായൂരപ്പൻ ഇങ്ങനെ ആ പ്രളയത്തിൽ ഇങ്ങനെ ഒഴുകി വരുന്ന ആ ഒരു ബിംബം, അതൊന്നും ഇന്നും മറന്നിട്ടില്ല. അത്ര അധികം എഫക്റ്റീവാണ് ഇത്. ഇപ്പം മോഡേൺ രീതിയിലും ഇത് വന്നപ്പോൾ അതിൻ്റെ തനതായ സകല എല്ലാ ക്വാളിറ്റീസും നിലനിർത്തിക്കൊണ്ട് ഇതിപ്പോഴും കൊണ്ട് നടന്ന് ഇപ്പോൾ നമ്മുടെ ജനറേഷന്, നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് ഒക്കെ ഇത് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ദൗത്യം എനിക്ക് പറയാറ് പത്മനാഭൻ ചെയ്യുന്ന ഒരു വലിയ ഒരു ജീവിതത്തിൽ ഒരു ചാരിതാർത്ഥ്യം അദ്ദേഹത്തിന് തന്നെ തോന്നാനുള്ള അത്ര വലിയൊരു കാര്യമാണ്. പിന്നെ ഇതിൽ എല്ലാ നാടകീയമായ കുറേ കാര്യങ്ങൾ പണ്ടത്തെ അത് വളരെയധികം അവരുടെ ബോഡി ലാംഗ്വേജ്, ആ കാലങ്ങളിലുള്ള ബോഡി ലാംഗ്വേജ്, അതുപോലെ തന്നെ എന്താ പറയുക അംഗചലനങ്ങളും പിന്നെ ആ സംസാര രീതികളും പിന്നീട് അവരുടെയൊക്കെ എല്ലാ ആക്ടേഴ്സിൻ്റെയും ഇതൊക്കെ എന്നെ ഒരുപാട് സ്വാധീനിച്ചത്. കാരണം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കാലം. അന്നൊരു ഈ വിവാഹം നടക്കുന്നു, പിന്നെ ഓരോന്നോരോന്നും മിന്നി മറഞ്ഞും കൊണ്ട് ഇങ്ങനെ വരുമ്പോൾ അതൊരു സ്ക്രീനിൽ ഒരു സിനിമ കാണുന്ന അതേ എഫക്റ്റായിട്ടാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. പക്ഷെ അതേ സമയത്ത് ഞാൻ പറഞ്ഞ എനിക്ക് ഏറ്റവും എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഞങ്ങളുടെ കുട്ടിക്കാലത്ത്, ഞങ്ങളുടെ ചെറുപ്പകാലത്ത്, ഞങ്ങളുടെ യൗവനത്തിലൊക്കെ ഉണ്ടായിരുന്ന അതേ തരം എല്ലാ കഥയുടെ പോക്ക് എങ്ങനെയായിരുന്നു. ഞാൻ വളരെയധികം ഞാൻ എൻജോയ് ചെയ്തു. എനിക്ക് പറഞ്ഞാൽ എല്ലാവരും ഇത് കാണണം, ഏത് ആർട്ടിസ്റ്റും കാണണം.